ഹൻദലിയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന പ്രമേയത്തിൽ SIO ജില്ലാ കമ്മിറ്റി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. നാട്ടികയിൽ നിന്ന് ആരംഭിച്ച വിദ്യാർത്ഥി റാലി വലപ്പാട് സമ്മേളന നഗരിയായ ഇന്തിഫാദ സ്ക്വയറിൽ സമാപിച്ചു. SIO ദേശീയ പ്രസിഡന്റ് EK റമീസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു 1-1.5 മാസക്കാലമായി കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ, തെരുവുകളിൽ SIOവിന്റെ പ്രവർത്തകർ വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ, ഈ നാട്ടിലെ ജനങ്ങളെ, ഈ നാട്ടിലെ പൊതുസമൂഹത്തെ, ഈ നാട്ടിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ SIO എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, പുതിയ കാലത്തോട് SIO എന്താണ് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ആളുകളോട് പങ്കുവെക്കുവാൻ, ആളുകളോട് സംസാരിക്കുവാൻ, ആളുകളോട് സംവേദനം ചെയ്യുവാൻ SIO പരിശ്രമിക്കുകയുണ്ടായി. അതിലൂടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ ഒരു സമ്മേളനത്തിന്റെ, ഈ ഒരു ക്യാമ്പയിനിന്റെ ഒരു ആശയത്തെ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനതയെ, കേരളത്തിലെ ജനങ്ങളെ വീണ്ടും പ്രബുദ്ധരാക്കുവാനും, ഇസ്ലാമിനെ കുറിച്ച് അവരെ ആലോചിക്കുവാനും, അവരുടെ മുന്നിൽ ഇസ്ലാമിന്റെ ശരിയായ ഒരു മാർഗത്തെ, ഇസ്ലാമിന്റെ ശരിയായ ഒരു രീതിയെ, ഇസ്ലാമിന്റെ തനിമയെ, ഇസ്ലാമിന്റെ പോരാട്ട വീര്യത്തെ ആളുകളെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു പരിശ്രമത്തിന്റെ സമാപനമായിക്കൊണ്ടാണ് ഇവിടെ ഇന്ന് ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് അജണ്ടകൾ, വളരെ പ്രധാനപ്പെട്ട അജണ്ടകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ക്യാമ്പയിൻ SIO സംഘടിപ്പിച്ചത്. ഹൻദലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക, അന്തർദേശീയമായതും ആഗോള തലത്തിലുള്ള ഇസ്ലാമിക മുന്നേറ്റത്തെക്കുറിച്ചും, അതേപോലെ തന്നെ ഇന്ത്യയിലെ സമകാലിക സാഹചര്യത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടും ആലോചിപ്പിച്ചുകൊണ്ടുമാണ് ഈ ഒരു ക്യാമ്പയിൻ നമ്മളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ബിലാൽ M ഷരീഫ് അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി, SIO സംസ്ഥാന ഷൂറോ അംഗം ഇസ്ഹാഖ് അസ്ഹരി, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഹുദ ബിന്ത് ഇബ്രാഹിം, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് അനീസ് ആദം, GIO ജില്ലാ വൈസ് പ്രസിഡന്റ് നാജിയ, SIO ജില്ലാ ജോയിന്റ് സെക്രട്ടറി CA അൻഷദ്, SIO ജില്ലാ സെക്രട്ടറി ആദിൽ സലീം, PM സ്വാലിഹ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പോലീസിന്റെ മുസ്ലിം വിരുദ്ധ വംശീയതയെ ചോദ്യം ചെയ്യണമെന്നും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. You're watching True Line News.